ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ നേരത്തെ ഒരു കിച്ചൺ ക്ലീനിങ് കഴിഞ്ഞിട്ടൊരു 2 റൂമിൻ്റെ ക്ലീനിങ് ഒക്കെ അന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോ ഇടാം. കാരണം ഇന്ന് 1-ാം തീയതിയാണ്. അപ്പോൾ 1-ാം തീയതി എല്ലാ മാസവും ഞാൻ എല്ലാ മലയാള മാസം 1-ാം തീയതി ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ഈ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി അത്യാവശ്യം ഒന്ന് തൂത്തുവാരി തുടച്ച് തറയൊക്കെ ഒന്ന് വൃത്തിയാക്കി മുറ്റമൊക്കെ ഒന്ന് പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടാറുണ്ട്. അത് പണ്ടേ എൻ്റെ ശീലമാണ് കേട്ടോ. ഞാൻ വീട്ടിലുള്ളപ്പോഴേ അങ്ങനെയാണ്. ഞാൻ തൂത്തൊക്കെ വാരി 1-ാം തീയതി ദിവസം, അല്ലാത്ത ദിവസം തൂത്ത് വാരത്തില്ലെന്നല്ല, 1-ാം തീയതി ദിവസമൊക്കെ തൂത്ത് വാരി മുറ്റമൊക്കെ ക്ലീൻ ചെയ്ത് 1-ാം തീയതി ദിവസമല്ലേ വൈകുന്നേരം അങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മൾ വിളക്കൊക്കെ കത്തിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ലെവൽ വേറെയാണ് ഇല്ലേ? നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടോ? കമൻറ്റ്സ് ചെയ്യണേ അങ്ങനെ ഉണ്ടെങ്കിൽ. അങ്ങനെ ദാണ്ട് ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിനി ഞാൻ വിചാരിച്ച തുണിയൊക്കെ ദാണ്ട് കഴുകി വെച്ചിട്ടുണ്ട്. അതൊക്കെ കൊണ്ടുവന്ന് വിരിച്ച് വന്നിട്ട് മുറ്റത്ത് ക്ലീൻ ചെയ്യാൻ അപ്പോൾ തുണി വിരിച്ചിട്ട് വരാം. ഓക്കെ, അപ്പോൾ ദാണ്ട് തുണി വിരിക്കാനായിട്ട് പോവുക. തുണി വിരിക്കുന്നത് ഞാൻ മേളിൽ റൂഫൊക്കെ അടിച്ചിട്ടുണ്ട് വീടിൻ്റെ കേട്ടോ. അപ്പോൾ അവിടെയാണ് തുണി വിരിക്കുന്നത്. അപ്പോൾ മഴയായാലും അവിടെ അങ്ങ് കിടന്ന് ഉണങ്ങിക്കോളും. അത് കാരണം ഞാൻ മേളിലാണ് തുണി വിരിക്കുന്നത്. മേളിൽ തുണി വിരിക്കുന്നത് മാത്രമല്ല, അത്യാവശ്യം വിറകൊക്കെ ഉണ്ട് ഇവിടെ കൊണ്ടിടും. പിന്നെ വീട്ടിലെ ജസ്റ്റ് ഇതുണ്ട് വേണ്ടാത്ത സാധനങ്ങളൊക്കെ വെക്കും. തുണി വിരിക്കാം. അപ്പോൾ എന്താണ്ട് തുണിയൊക്കെ ഞാൻ വിരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. തുണി വിരിക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല. അത്യാവശ്യം ഇങ്ങനെയൊക്കെ ജസ്റ്റ് വിരിച്ച് കഴിഞ്ഞിട്ടൊക്കെ കാണിക്കാൻ പറ്റും. കാരണം എൻ്റെ കയ്യിൽ ഞാൻ ട്രൈപോഡൊന്നും ഇതുവരെ വാങ്ങിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ തുണിയൊക്കെ വിരിച്ച് കഴിഞ്ഞു. ഈ തുണി അവിടെ കിടന്ന് ഉണങ്ങിക്കോളൂ. ഇനി നമുക്ക് റൂമൊക്കെ ക്ലീൻ ചെയ്ത്, ഇനി തുടച്ചിട്ടില്ല, പിന്നെ തുടയ്ക്കാം. ഞാൻ വിചാരിച്ച് മുറ്റമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് തുടയ്ക്കാമെന്ന് വിചാരിച്ച്. ഇനി നമുക്ക് മുറ്റത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങാം. അപ്പോൾ കൈസ് ചൂലൊക്കെ എടുത്തിട്ടുണ്ട്. മുറ്റത്ത് നോക്കാൻ പോവാം. മുറ്റത്ത് നല്ല നിറയെ കരിയിലൊക്കെ കിടക്കുന്നുണ്ട്. ഹലോ ഗൈസ്, അപ്പം എന്താണ്ട് മുറ്റമൊക്കെ തൂത്ത് ഇവിടം വരെ കുറച്ചൊക്കെ തൂത്ത്. ഇനി ഞാനെൻ്റെ അവിടെ മൊത്തവും കരിയിലാണ് കേട്ടോ. അവിടെ കൂട്ടി വെച്ചിട്ട് ഞാൻ ആ ബക്കറ്റിലാണ് വേസ്റ്റൊക്കെ വാരി കൊണ്ട് കളയുന്നത്. എനിക്ക് ഈ ഫോൺ വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ, ട്രൈപോഡ് ഇല്ലാത്തതുകൊണ്ട് ഫോൺ ഇങ്ങനെ പിടിച്ചിട്ട് ക്ലീൻ ചെയ്യുന്നതൊക്കെല്ലാം ഞാൻ കാണിച്ചു തരാമായിരുന്നു. എന്തായാലും ഞാൻ തൂത്ത് വാരി ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് കാണിക്കാം ഗൈസ്. അപ്പം എന്താ ഇത്രയൊക്കെ ഇവിടം വരെയൊക്കെ വൃത്തിയാക്കി തൂത്ത് വാരി എടുത്തിട്ടുണ്ട്. ഇതാ അങ്ങോട്ട് കിടക്കുവാണ്. അവിടെയൊക്കെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട്, ഞാനാണെങ്കിൽ തൂക്കുമ്പോഴത്തേക്ക് അവിടെ മുറ്റമൊന്നുമല്ല, അവിടെ ആ കുറച്ച് പുരയിടത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഞാൻ തൂക്കുമ്പോഴത്തേക്ക് അവിടെ എല്ലാം അങ്ങ് തൂത്ത് വൃത്തിയാക്കും. പിന്നെ അവിടെ എല്ലാം ക്ലീൻ ചെയ്ത് ഫ്രണ്ടും എല്ലാം ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കാണാം ഗൈസ്. അപ്പം എന്താ തൂത്തൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച്. ഒത്തിരി മുറ്റമുണ്ട് തൂക്കാൻ കേട്ടോ. അപ്പോൾ അത്രയും തൂത്ത് വരുമ്പോഴത്തെ അത് മാത്രമല്ല, മുറ്റം മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ അങ്ങോട്ടുള്ള പുരയിടത്തിൻ്റെ ഭാഗവും ഞാനങ്ങ് തൂത്ത് മൊത്തവും വൃത്തിയാക്കി. അപ്പോൾ അവിടെ ഇത്രയും തൂത്ത് വാരി ഉണ്ട്. ഇവിടെ എല്ലാം മഴ പെയ്തപ്പോഴത്തേക്ക് പോച്ച കയറി കിടക്കുക ഗൈസ്. എന്താ അവിടെയൊക്കെ ക്ലീൻ ചെയ്തു. ഇനി ഫ്രണ്ട് കാണിക്കാം. അപ്പോൾ എന്താ ഫ്രണ്ടും ഒക്കെ തൂത്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. മുറ്റമെല്ലാം ഒരുവിധം. പിന്നെ മഴ പെയ്ത് പോച്ച കയറിയൊക്കെ കിടക്കുന്നുണ്ട്. അതൊക്കെ ഇനി ഒരു ദിവസം നല്ല ഒരു ക്ലീനിങ്ങിനുള്ളതുണ്ട്. ഇവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കി. ഇനി നമുക്ക് റൂമെല്ലാം ഒന്ന് തുടയ്ക്കുന്നതിലേക്ക് പോവാം. തൂത്ത് വാരിയിട്ടതല്ലേ ഉള്ളായിരുന്നു. പിന്നെ അതെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് വരാം. അപ്പോഴത്തേക്ക് ഞാൻ ക്ഷീണിക്കും ഗൈസ്. അപ്പോൾ എന്താ റൂം തുടയ്ക്കാനുള്ള മോപ്പ് എടുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് റൂം അവിടെ നിന്ന് ഇങ്ങോട്ട് തുടച്ചിട്ട് വരാം. ഞാൻ അപ്പോഴത്തേക്കാണ് ഇവിടെ വെക്കാം കേട്ടോ.
ഒരാഴ്ച ഇരിക്കുമ്പോഴേ തുടങ്ങത്തുള്ളൂ. മറ്റേ എല്ലാ ദിവസവും ഇങ്ങനെ തുടക്കുകയോ വരും. ജസ്റ്റ് തൂത്ത് ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുക്കുള്ളൂ. ഞാൻ ഒരാഴ്ച വീട്ടിലേ തുടയ്ക്കുന്നുണ്ട്. വലിയ അഴുക്കൊന്നുമില്ല. ഞങ്ങൾ 3 പേരേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ ദേവൂട്ടി പിന്നെ വലിയതായിട്ടൊന്നും കാര്യമൊന്നും ഇടത്തില്ല. ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ വലിയ കാര്യമിടത്തൊന്നും ഇല്ലല്ലോ. ഒന്നിന് ഒരിക്കലേ ഉള്ളൂ. ആഴ്ച ഒരിക്കലേ പുറത്തുള്ളൂ. ഈ ദിവസം ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു തുടയ്ക്കാം. അപ്പോൾ ഇനി അങ്ങോട്ടൊക്കെ തുടയ്ക്കാൻ കിടപ്പുണ്ട്. ആളും പിന്നെ ഇവിടെ വരെ ഞാൻ തുടച്ച് വന്നേക്കുക. ഇനി ഇത്രയൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ട് കാണാം. ഇത് കാണിക്കായിരുന്നു, പക്ഷെ എന്തോ ഞാനായിട്ടിപ്പം അതേ ട്രൈപ്പോഡില്ലല്ലോ. അപ്പം തുടച്ചിട്ട് ഞാൻ അപ്പം ഗൈസ് ദാണ്ട് ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തു, തുടച്ച് ഇവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. അത്യാവശ്യം ക്ലീൻ ആയിട്ടുണ്ട്. ഇവിടെയെല്ലാം തുടച്ച് വൃത്തിയാക്കി ക്ലീൻ ചെയ്തു. റൂമെല്ലാം അത്യാവശ്യം ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി മുറ്റവും ക്ലീൻ ചെയ്തു. എല്ലാ അത്യാവശ്യം ജോലി ഒരുവിധം തീർന്ന് കിട്ടിയിട്ടുണ്ട്. മുറ്റമൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയായി. അന്നേരം നല്ല മഴ വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം എന്താ മഴയൊക്കെ ഒന്ന് മാറി, എന്നാലും കോളൊക്കെ ഉണ്ട്, വെയിലൊക്കെ കാണിക്കുന്നുണ്ട്. അതാണ് ഞാൻ മുറ്റമൊക്കെ പെട്ടെന്നാണ് തൂത്തു വാരിയെടുത്തത്. ഒരുവിധം ജോലിയൊക്കെ തീർന്നു. ഇപ്പം ക്ലീനിങ് ഒക്കെ ജസ്റ്റ് ഒന്നങ്ങ് ഡീപ്പ് ക്ലീനിങ് ഒന്നും അല്ല, എന്നാലും അത്യാവശ്യം ഒരു ചെറിയ ക്ലീനിങ് ഒക്കെ നടത്തി. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു 1-ാം തീയതി ആയതുകൊണ്ട് 1-ാം തീയതി ദിവസം അത്യാവശ്യം എല്ലാ മാസവും ഞാൻ ഇങ്ങനെ ക്ലീൻ ചെയ്യാറുണ്ട്. തൂത്തൊക്കെ വാരി മുറ്റമൊക്കെ തൂത്ത്. അപ്പോഴാ 1-ാം തീയതി വൈകുന്നേരം ആ വിളക്കൊക്കെ കത്തിക്കുമ്പോൾ അതിൻ്റേതായൊരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് വേണം അത്യാവശ്യമായിട്ട്. സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. കമൻസൊക്കെ ഇടണം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് പറഞ്ഞു തരണം. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ടാറ്റാ.